അമ്മയെപ്പോലോമനിക്കും ദിവ്യ സ്നേഹമേ, എന്റെ ദൈവമേ. ഷാലോം ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ആരാധനാ ഗീതകൾ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഗാനങ്ങൾ അമൂല്യമാണ്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഭക്തി ഗാനങ്ങൾ. ഒരമ്മയുടെ സ്നേഹം പോലെ മാധുര്യമേറിയതാണവ. ആ മാധുര്യം നുണയുന്ന ഓരോ മക്കളും അനുഭവിക്കുന്ന സ്വർഗീയാനന്ദം അത് വളരെ വലുതാണ്. പാട്ട് പഠിക്കാം, പാട്ട് പാടാം, നാഥനെ സ്തുതിക്കാം. പതിവ് പോലെ ഇന്ന് നമ്മോടൊപ്പമുള്ളത് നമുക്ക് ഏറ്റവും സുപരിചിതനായ ആൻഡർസൺ ചേട്ടനാണ്. ചേട്ടനോടൊപ്പം നമ്മുടെ പ്രിയ ഗായകരായ സനീറ്റ, റെനി, ആൻമേരി, ജോമോൻ, ജോർജ് എന്നിവരും നമ്മോടൊപ്പമുണ്ട്. ഇവരേവരെയും ഏറ്റവും സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആൻഡർസൺ ചേട്ടാ, മനോഹരമായൊരു താരാട്ടുപാട്ടിന് സദൃശ്യമുള്ള ഒരു ഗാനമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആലപിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഷൂട്ട് കഴിഞ്ഞു പോയപ്പോൾ പോലും ആ ഒരു പാട്ടാണ് മനസ്സ് മുഴുവൻ നിറഞ്ഞു നിന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അതേ അനുഭവം തന്നെയാണ് ഉണ്ടായിരുന്നത്? ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഇതിലെ വരികളിൽ എന്താ പറയുക, ദൈവസ്നേഹവും കരുതലും ഒരു സംരക്ഷണവും ഒക്കെ വളരെ നന്നായി വർണ്ണിച്ചിരിക്കുന്നൊരു പാട്ടാണ്. എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഞാൻ പണ്ട് എൻ്റെ വൈഫിൻ്റെ ഒരു പരീക്ഷാ ആവശ്യത്തിനായിട്ട് ഒരു സ്ഥലത്തേക്ക് പോയി തിരിച്ച് വരുന്ന വഴിയിൽ ഞാൻ സഞ്ചരിച്ചിരുന്നു, ഞാനും എൻ്റെ വൈഫും കൂടി സഞ്ചരിച്ചിരുന്ന വണ്ടിയിൽ ഒരു വണ്ടി ഓപ്പോസിറ്റ് നിന്ന് വന്ന് ഇടിക്കുകയുണ്ടായി. അന്ന് എൻ്റെ കുഞ്ഞിനെ വീട്ടിൽ എൻ്റെ പേരൻസിനെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നിരിക്കുന്നത്. പക്ഷേ അന്ന് ആ ഒരു ഇടി സംഭവിച്ചെങ്കിലും ഞങ്ങളുടെ ദേഹത്ത് ഒരു പോറൽ പോലും ഏറ്റില്ല. കാരണം അത് ദൈവസംരക്ഷണമാണെന്ന് ഉറച്ച് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. കാരണം ആ സ്നേഹവും ആ കരുതലും തന്നെയാണ് ഞങ്ങളെന്ന അപകടത്തിൽ നിന്ന് രക്ഷിച്ചത്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്നിപ്പോൾ ഇവിടെ സംസാരിക്കാൻ ഞാനിവിടെ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ചേട്ടാ, നമ്മുടെ പ്രേക്ഷകരും ഗായകരും ഒക്കെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അവർക്ക് ഇന്നത്തെ പുതിയ ഗാനം പഠിക്കാനായിട്ട് എല്ലാവരും ആക്റ്റീവായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് ഏത് പാട്ടാണ് ചേട്ടൻ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്? ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഒരു സമർപ്പണത്തിൻ്റെ ഗാനമാണ്. കാഴ്ചവെപ്പ് സമയങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗാനമാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഷാജി സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു സുഹൃത്താണ്. അപ്പോൾ നമുക്ക് ആ ഗാനം ഞാൻ പാടിത്തരാം. സാധാരണ പഠിക്കുന്നത് പോലെ നിങ്ങളത് കേട്ട് പഠിക്കുക, റിപ്പീറ്റ് ചെയ്ത് പാടുക. ഓക്കെ? അർപ്പണവേളയിതാ, സമർപ്പണവേളയിതാ, നൽകാം സഹചരെ സുഖദുഃഖങ്ങൾ നിറയും ജീവിതപാത്രം, നേടാം മനസ്സിൽ ശാന്തി സംഗീതം, നിറയും തിരുവരമന്ത്രം. അർപ്പണവേളയിതാ, അല്ലായിരുന്നു പഠിക്കും. അർപ്പണവേളയിതാ, ഇതാ ഇതാ സമർപ്പണവേളയിതാ, സമർപ്പണവേളയിതാ, നൽകാം സഹചരെ സുഖദുഃഖങ്ങൾ
നൽകാം സഹചരി സുഖദുഃഖങ്ങൾ. നിറയും ജീവിതപാത്രം നിറയും ജീവിതപാത്രം. നേടാം മനസ്സിൽ ശാന്തി സംഗീതം. നേടാം മനസ്സിൽ ശാന്തി സംഗീതം. നിറയും തിരുവരമന്ത്രം. നിറയും തിരുവരമന്ത്രം. ഒന്ന് ഫുള്ളായിട്ടൊന്ന് പാടി. 1 2 3 2 3. അർപ്പണവേളയിതാ, സമർപ്പണവേളയിതാ. റിപ്പീറ്റ് ചെയ്യുക. അർപ്പണവേളയിതാ, സമർപ്പണവേളയിതാ. നൽകാം സഹചരി സുഖദുഃഖങ്ങൾ. നിറയും ജീവിതപാത്രം. നേടാം മനസ്സിൽ ശാന്തി സംഗീതം. നിറയും തിരുവരമന്ത്രം. ചേട്ടാ, പൊതുവെ കാഴ്ചവെപ്പ് ഗാനങ്ങൾക്ക് ഒരു സങ്കട സ്വഭാവമുണ്ട് എന്നുള്ള അഭിപ്രായത്തോട് യോജിക്കുന്നുവോ? അത് സങ്കട സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ ഈ ദേവാലയത്തിൽ പോകുന്നതെല്ലാം നമ്മുടെ കണ്ണുനീരും ദുഃഖവും ഒക്കെ സമർപ്പിക്കാനാണല്ലോ പോകുന്നത്. അങ്ങനെ ഒരു രീതിയാണ് ഇപ്പൊ കണ്ടുവരുന്നത്. നമ്മൾ ദൈവത്തെ സ്തുതിക്കാനായിട്ടല്ല പോകുന്നത്, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ. നമുക്ക് എല്ലാ മനുഷ്യരിലും ദുഃഖമാണല്ലോ തളം കെട്ടി നിൽക്കുന്നത്, അല്ലേ? നമ്മൾ നമ്മുടെ സന്തോഷം പങ്കുവയ്ക്കാൻ കഴിയണം, അല്ലേ? ദൈവത്തിന് നമ്മുടെ ഏറ്റവും നല്ല ഭാഗം, നമ്മുടെ സന്തോഷത്തിൻ്റെ ഒരു ഭാഗം കൂടി സമർപ്പിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും. പക്ഷെ ഇതെല്ലാം വേണം, അല്ലേ? നമ്മുടെ കണ്ണുനീർ, നമ്മുടെ പ്രയാസങ്ങൾ, ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഈ സമർപ്പണം, ഈ ഇതിലൂടെ അങ്ങ് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പല പാട്ടുകളിൽ ഈ കണ്ണുനീരിൻ്റെ ഒരു ഭാഗം വന്ന് ചേരുന്നത്. ചേട്ടാ, ഇതൊരു കാഴ്ചവെപ്പിൻ്റെ സമയത്തിലുള്ള പാട്ടല്ലേ? അതെ. അപ്പോൾ ഇതിൻ്റെ ആ പല്ലവിയിൽ നമ്മൾ പാടിയപ്പം നേടാം മനസ്സിൽ ശാന്തി സംഗീതം നിറയും തിരുവര മന്ത്രം, ആ ഒരു വരി കാഴ്ചവെപ്പുമായിട്ട് എങ്ങനെയാ അത് അർത്ഥമാക്കുന്നത്? ആ സമർപ്പണത്തിലൂടെ നമുക്ക് കിട്ടുന്ന, നമ്മുടെ ജീവിതം സമർപ്പിച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം, ആ സന്തോഷമാണ് ഒരു ശാന്തി സംഗീതമായി ഉള്ളിൽ വരണം, അല്ലേ? അങ്ങനെയാണ് അത് നേടാം തിരുവര മന്ത്രം. അതൊരു മന്ത്രമാണ്. നമ്മുടെ ജീവിതം സമർപ്പിച്ചു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ആശ്വാസം, അതിനെ ഒരു സംഗീതമായി ഉള്ളിൽ സ്വീകരിക്കുന്ന ആണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ കാഴ്ച അർപ്പിക്കുന്ന സമയത്ത് നമ്മൾ കാഴ്ച വസ്തുക്കൾ മാത്രമല്ല, മറിച്ച് നമ്മുടെ മനസ്സും അതോടൊപ്പം തന്നെ നമ്മുടെ സുഖദുഃഖങ്ങളൊക്കെ നമ്മൾ ദൈവത്തിന് കാഴ്ചവെക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മള് എനിക്ക് സന്തോഷവും നമുക്ക് കൊടുക്കാൻ കഴിയണം, കൊടുക്കാനായിട്ട് സാധിക്കണം. കാരണം ഒരുപാട് നന്മകൾ ലഭിച്ചിട്ടുണ്ട്, അതെ, അതിന്റെ ഒരു നന്ദി എന്നോളം അതും സമർപ്പിക്കാൻ. അതെ, നന്മകളൊക്കെയും നമുക്ക് കിട്ടിയ ജീവിത വിജയങ്ങളാവാം, നേടിയ നേട്ടങ്ങളാവാം, എല്ലാം ദൈവത്തിന്റെ ഒരു സമർപ്പണം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നതിന്റെ ഒരു ഓഹരി, നമ്മുടെ ദശാംശമാണ് സമർപ്പിക്കും. അതും സന്തോഷത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോഴാണ് ഈ പറഞ്ഞ ശാന്തിയും സമാധാനവും ഒക്കെ ഉള്ളിൽ വന്ന് ഒരു സംഗീതം പോലെ വരുന്നത്. നമുക്ക് ബാക്കി പഠിക്കാം, അല്ലേ? ഓക്കെ. എന്തെന്തു തിന്മകൾ ഉള്ളിലുണ്ടെങ്കിലും, ഇത്തിരി താഴ്ന്ന പിച്ചാണ്, പക്ഷെ ഇത്തിരി ഹൈയും ഉണ്ട്, അതുകൊണ്ടാണ് ആ ഒരു റേഞ്ചിൽ നിൽക്കുന്നത്. എന്തെന്തു തിന്മകൾ ഉള്ളിലുണ്ടെങ്കിലും എല്ലാം അകറ്റും ദൈവപുത്രൻ. പഠിക്കും. എന്തെന്തു തിന്മകൾ ഉള്ളിലുണ്ടെങ്കിലും എല്ലാം അകറ്റും ദൈവപുത്രൻ. അപ്പൊ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എല്ലാം അകറ്റും ദൈവപുത്രൻ, ഒരു ഉറപ്പോടുകൂടി, അകറ്റുമെന്നുള്ള ഒരു ഉറപ്പോടുകൂടിയാണ് റിപ്പീറ്റിൽ വരുന്ന ഒരു ചേഞ്ച്. എല്ലാം അകറ്റും ദൈവപുത്രൻ. പഠി. എല്ലാം അകറ്റും ദൈവപുത്രൻ. മാടി വിളിക്കുമീ നിമിഷം സോദര, നീ നിന്റെ ഹൃദയം കൊടുക്കൂ.
നിന്നെ നിർമ്മലനാക്കിടുമീശോ. മാടി വിളിക്കുമീ നിമിഷം സോദര, നീ നിന്റെ ഹൃദയം കൊടുക്കൂ, നിന്നെ നിർമ്മലനാക്കിടുമീശോ. നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു ഉത്തരം അവിടെ വന്നിട്ടുണ്ട്. നീ നിന്റെ ഹൃദയം കൊടുക്കും, നിന്നെ നിർമ്മലനാക്കിടുമീശോ. ചേട്ടാ, ഈ മാടി വിളിക്കും ഈ നിമിഷം സോദര എന്ന ഒരു വരി കേൾക്കുമ്പോൾ തന്നെ ചേട്ടൻ്റെ ഈ ഒരു സംഗീത ജീവിതത്തിലേക്ക് ചേട്ടൻ വരുമ്പോൾ ചേട്ടന് ഈശോ വിളിച്ചതായിട്ടുള്ള വല്ല അനുഭവം ചേട്ടൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ദൈവം വിളിച്ചുകൊണ്ടാണല്ലോ ഞാൻ എൻ്റെ നല്ല സമയം മുതൽ എനിക്കൊന്നും ഒരു ബാല്യ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു സാധ്യത ഞാൻ കണ്ടിരുന്നു. ആ യുവത്വത്തിൻ്റെ നല്ല സമയങ്ങളിലേക്ക് ഞാൻ ഈ ഒരു മേഖലയിലേക്കാണ് കടന്നു വന്നത്. ചേട്ടാ, എനിക്കൊരു സംശയം ചോദിക്കാണ്ട്. ഇപ്പം എന്തെന്തു തിന്മകൾ ഉള്ളിലുണ്ടെങ്കിലും എല്ലാം അകറ്റും ദൈവപുത്രൻ, നമ്മളത് രണ്ട് രീതിയിൽ പാടി അല്ലേ? ഒന്ന് താഴേക്കും ഒന്ന് മുകളിലേക്കും നമ്മൾ പാടി. ശരിക്കും അത് ഉറപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്? ആ രണ്ട് ഭാവങ്ങൾ ഒന്ന് ഉറപ്പോട് കൂടിയായും അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യക്തത മനസ്സിലായില്ല പറഞ്ഞത്. എന്തെന്തു തിന്മകളുള്ളിലുണ്ടെങ്കിലും എല്ലാം അകറ്റും ദൈവപുത്രൻ. അതിനകത്തേക്കൊരു നമ്മൾക്കൊരു വിശ്വാസമുണ്ട്, ദൈവം അകറ്റും എന്നുള്ളൊരു വിശ്വാസം എന്ന് കരുതി ഞാൻ എൻ്റെ തിന്മകളൊക്കെ കർത്താവിൽ സമർപ്പിക്കുക. നമ്മൾ പിന്നീട് ഒരിക്കൽ കൂടി നല്ല പൂർണ്ണ വിശ്വാസത്തോടെ ഒന്ന് പാടുന്നു. എന്തെന്തു തിന്മകളുള്ളിലുണ്ടെങ്കിലും എല്ലാം അകറ്റും ദൈവപുത്രൻ. അവിടെ ഒരു പൂർണ്ണത വരുന്നുണ്ട് ആ ട്യൂണിൽ അല്ലേ? നമ്മൾ ആ ഒരു ചെറിയൊരു ചേഞ്ചാണ്, പക്ഷെ നമുക്ക് ഒരു വിശ്വാസത്തോടെ അത് മാറ്റും എന്നുള്ളൊരു കുറച്ച ബോധ്യം. നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, കാണപ്പെടാത്തവ. അതെ. അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ പാടി നിർത്തുന്നത്. അവിടെ എല്ലാം അകറ്റും ദൈവപുത്രൻ. അത് അതിന്റെ വ്യത്യാസം മനസ്സിലായി. പിന്നെ അടുത്ത ലൈനിലേക്ക് ശരിക്കും ഇതിന്റെ ഒരു ചോദ്യം കൂടി. ഇതിന്റെ ഒരു ഈ പാട്ട് നമ്മൾ പാടുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരിയേറെ ഭയങ്കരമായ രീതിയിൽ കവിഭാവനകൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ഭാവനയെ ചേട്ടൻ വളരെ മനോഹരമായിട്ട് ഇതിന് സംഗീതം ചെയ്തു. അത് ആ ഒരു നിമിഷം, അതായത് ഇത് ചെയ്യുന്നതിന് മുന്നേ ഇപ്പം നമ്മുടെ പൂർവികരെ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ തന്നെ നമുക്ക് മുമ്പ് പോയ ആളുകളെ അത് അങ്ങനെ ഒരു സ്മരണയോടുകൂടിയാണോ, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തിലുള്ള ഒരു കാര്യമാണോ? ഇഷ്ടം മീൻസ് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഭാവനയിൽ വരുന്നതാണോ, അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ പോയവർ അവർ ചെയ്തു വെച്ച ഒരു ശൈലിയുടേതാണോ? കാരണം ഈ ഒരു പാട്ട് അങ്ങനെ തോന്നുന്നു, പഴമ ഫീൽ ചെയ്യുന്നു. എൻ്റെ പാട്ടുകൾ പൊതുവെ ആ ഒരു രീതിയിലാണ് ഞാൻ കീപ്പ് ചെയ്യുന്നത്. പിന്നെ ഇത് ഞാനത് നമുക്ക് മുൻപേ ആൾക്കാരുണ്ടല്ലോ, അവർ പകർന്നു തന്നതാണല്ലോ നമ്മളിലും നിങ്ങളിലുമൊക്കെ ഉണ്ടാകുന്നത്. നമുക്ക് പുതിയത് സൃഷ്ടിക്കുക എന്ന് പറയുന്നത് പുതിയതിൻ്റെ എന്ന് പറയുന്നത് നമുക്കൊരു പുതിയൊരു അപ്ഡേഷൻ മാത്രമാണ് വരുന്നത്. ബാക്കിയെല്ലാം പഴയതിൻ്റെ പല പല വെർഷനാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ ചേട്ടാ, അപ്പം നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ കാഴ്ചവെപ്പിൻ്റെ ഗാനങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ നമുക്ക് ദൈവം നൽകിയ ജീവിതം അത് പൂർണ്ണ പരിശുദ്ധിയോടും ദൈവാനുഗ്രഹത്തോടും കൂടി ദൈവത്തിന് തിരികെ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. അപ്പം അവൻ നൽകിയ ദാനങ്ങളല്ലാതെ നമുക്കൊന്നുമില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കിയൂടെ പഠിക്കാം. തീർച്ചയായും. ഇപ്പോൾ നിങ്ങൾ ആ രണ്ടാമത്തെ സ്റ്റാൻസ പഠിച്ചു, അതേ ട്യൂണിൽ നമുക്കൊന്ന് പാടി നോക്കാം. ഭൂലോക പാപങ്ങളേറ്റെടുക്കാനായി തൻ ജീവനേകിയ ദൈവപുത്രൻ. ഭൂലോക പാപങ്ങളേറ്റെടുക്കാനായി തൻ ജീവനേകിയ ദൈവപുത്രൻ. തൻ ജീവനേകിയ ദൈവപുത്രൻ. തൻ ജീവനേകിയ ദൈവപുത്രൻ. റിപ്പീറ്റ് അങ്ങനെ വരും. തൻ ജീവനേകിയ ദൈവപുത്രൻ. തൻ ജീവനേകിയ ദൈവപുത്രൻ. ചോരയൊലിക്കുമീ ദേഹം നമുക്കായി അപ്പമായി നൽകിയതോർക്കാൻ സ്വന്തം ജീവിതം കാഴ്ചയായേകാൻ.
ചോരയൊലിക്കുമീ ദേഹം നമുക്കായി അപ്പമായി നൽകിയതോർക്കാം. സ്വന്തം ജീവിതം കാഴ്ചയായേകാം. നമ്മൾ തന്നെ ജീവിതത്തെ അങ്ങ് കാഴ്ചയായി സമർപ്പിച്ചാൽ എല്ലാം പൂർണ്ണമാവും. അപ്പോൾ പല്ലവി ഒന്ന് പാടാം. അർപ്പണവേളയിതാ, ചേർന്ന് പാടാം. സമർപ്പണവേളയിതാ, സമർപ്പണവേളയിതാ. നൽകാം സഹചരെ സുഖദുഃഖങ്ങൾ നിറയും ജീവിത പാത്രം. നേടാം മനസ്സിൽ ശാന്തി സംഗീതം നിറയും തിരുവരമന്ത്രം. ഈ കാഴ്ചയർപ്പണം തന്നെ അല്ലേ, എന്തിനായിരിക്കും നമ്മൾ ഈ കാഴ്ചയർപ്പണം നടത്തുന്നൊരു ചോദ്യത്തിന്റെ ഉത്തരം തന്നെ ഈ പാട്ടുകൾ ഉടനീളം നമുക്ക് അവസാന വരിയതല്ലേ, അപ്പമായി നൽകിയ അല്ലേ തന്റെ ശരീരങ്ങൾ നമുക്കായി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി അവിടെ നമ്മൾ തിരിച്ചു കൊടുക്കണം നമ്മുടെ ജീവിതം. അതെ, ആ ജീവിതം ധന്യമാക്കി തിരിച്ചു തരും. അപ്പോൾ നമുക്ക് ഈ ഒരു ഗാനം അല്ലേ, ഇത്രയും മനോഹരമായ വരികൾ അടങ്ങിയ ഈ ഒരു കാഴ്ചവെപ്പിന്റെ ഗാനം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നമുക്ക് ഉത്സാഹത്തോടെ അങ്ങ് പാടിയാലോ. അർപ്പണവേളയിതാ, സമർപ്പണവേളയിതാ. അർപ്പണവേളയിതാ, സമർപ്പണവേളയിതാ. നൽകാം സഹചരെ സുഖദുഃഖങ്ങൾ നിറയും ജീവിത പാത്രം. ശാന്തി സംഗീതം നിറയും തിരുവരമന്ത്രം. അർപ്പണവേളയിതാ, സമർപ്പണവേളയിതാ. എന്തെന്തു തിന്മകൾ ഉള്ളിലുണ്ടെങ്കിലും എല്ലാം അകറ്റും ദൈവപുത്രൻ. എന്തെന്തു തിന്മകൾ ഉള്ളിലുണ്ടെങ്കിലും എല്ലാം അകറ്റും ദൈവപുത്രൻ. മാടി വിളിക്കുമീ നിമിഷം സോദര, നീ നിന്റെ ഹൃദയം കൊടുക്കൂ, നിന്നെ നിർമ്മലനാക്കിടും ഈശോ. അർപ്പണവേളയിതാ, സമർപ്പണവേളയിതാ. ലോക പാപങ്ങളേറ്റെടുക്കാനായി തൻ ജീവനേകിയ ദൈവപുത്രൻ. ലോക പാപങ്ങളേറ്റെടുക്കാനായി തൻ
തൻ ജീവനേകിയ ദൈവപുത്രൻ. ചോരയോലിക്കുമീ ദേഹം നമുക്കായി അപ്പമായി നൽകിയതോർക്കാം. സ്വന്തം ജീവിതം കാഴ്ചയായേകാം. ചോരയൊലിക്കുമീ ദേഹം നമുക്കായി അപ്പമായി നൽകിയതോർക്കാം. സ്വന്തം ജീവിതം കാഴ്ചയായേകാം. അർപ്പണവേളയിതാ, സമർപ്പണവേളയിതാ. അർപ്പണവേളയിതാ, സമർപ്പണവേളയിതാ. നൽകാം സഹജരെ സുഖദുഃഖങ്ങൾ നിറയും ജീവിതപാത്രം. നേടാം മനസ്സിൽ ശാന്തി സംഗീതം നിറയും തിരുവരമന്ത്രം. അർപ്പണവേളയിതാ, സമർപ്പണവേളയിതാ. ആൻഡേഴ്സൺ ചേട്ടാ, വളരെ വ്യത്യസ്തമായിട്ടൊരു ഗാനമല്ലേ? കേൾക്കുന്നവർക്കും ആലപിക്കുന്നവരുടെയും ഒക്കെ കാതുകളെ ഒരുപോലെ ഇമ്പമണിയിക്കുന്ന ഒരു മനോഹരമായ കാഴ്ചവെപ്പിൻ്റെ ഒരു ഗാനമാണ് നമ്മളിവിടെ പാടിയത്. അപ്പോൾ നമ്മൾ പല സമയങ്ങളിലും ഒരുപോലെ ആവർത്തിച്ച് വരുന്ന ഗാനങ്ങളാണ് മിക്കവാറും കാഴ്ചവെപ്പിന് കേൾക്കാറുള്ളത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമാർന്ന പുതുമയുള്ള ഗാനങ്ങൾ, ഒരുപക്ഷെ ഈ പാട്ട് കേട്ട് കഴിഞ്ഞ് അത് പഠിച്ച് പാടുമ്പോഴൊക്കെ കിട്ടുന്ന ഒരു ദൈവാനുഭവം അത് വളരെ വലുതായിരിക്കും അല്ലേ? അതെ അതെ, ഇത് ഈ കാഴ്ചവെപ്പിൻ്റെ ഗാനമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ ഒരു കാഴ്ച സമർപ്പണം എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. ഇവിടെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 2 കഥാപാത്രങ്ങളുണ്ട്. ഏതാണെന്നറിയാം? കായേൻ, ആബേൽ. അതിൽ ആബേലിൻ്റെ കാഴ്ചയാണ് ദൈവം സ്വീകരിക്കുന്നത്. ആബേൽ ചെയ്തത് തൻ്റെ ആട്ടിൻകുട്ടികളിൽ നിന്നും ഏറ്റവും കൊഴുത്ത ഭാഗം ദൈവത്തിന് കാഴ്ചയെ സമർപ്പിക്കുന്നു. കായനാകട്ടെ ചെയ്തത് മോശമായ വസ്തുക്കളാണ് കാഴ്ചയെ സമർപ്പിച്ചത്. അതുകൊണ്ട് ആബേലിൻ്റെ കാഴ്ച വസ്തുക്കളിലും ആബേലിലും ദൈവം പ്രസാദിച്ചു എന്നാണ് ആ ഭാഗങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ കാഴ്ച സമർപ്പണ സമയത്ത് ഏറ്റവും നല്ലത്, അതൊരു ഗാനമായാൽ പോലും ഏറ്റവും നല്ല ഗാനം പാടുക, ഏറ്റവും നല്ലത് കാഴ്ചയായി സമർപ്പിക്കുക. അക്കൂട്ടത്തിൽ നമ്മുടെ ദുഃഖങ്ങളും വേദനകളും ഒക്കെ ചേർത്ത് വേണം ഈ കാഴ്ച അർപ്പിക്കേണ്ടത്. അതെ. അപ്പോൾ ഈ കാഴ്ചവെപ്പിൻ്റെ ഗാനം മനോഹരമായിട്ട് അതിന് സംഗീതം കൊടുത്ത് എല്ലാവരും വളരെ മനോഹരമായിട്ട് ആലപിച്ചു. അപ്പോൾ എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ ഓർക്കുകയാണ്. നിരവധി ഗാനങ്ങളിൽ നമ്മൾ ആലപിക്കാറുണ്ട്, ദൈവം തന്നതല്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. അവൻ നമുക്ക് നൽകുന്ന സ്നേഹത്തിന് പകരം വയ്ക്കാൻ ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല. നിർമ്മലമായ മനസ്സും വിശുദ്ധമായൊരു ജീവിതവും അവന് കാഴ്ചയർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലത് തന്നെ അവന് സ്നേഹാർപ്പണമായി ഒരു കാഴ്ചയായി അർപ്പിക്കാം. പുതിയൊരു എപ്പിസോഡിൽ മനോഹരമൊരു ഗാനവുമായി ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ എത്തുന്നതായിരിക്കും. അതുവരെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനാരൂപിയിലായിരിക്കാം. അർപ്പണവേളയിതാ, സമർപ്പണവേളയിതാ. ലോക പാപങ്ങളേറ്റെടുക്കാനായി തൻ ജീവനേകിയ ദൈവപുത്രൻ